ഈ കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ പനിക്കൊപ്പമൊക്കെ വരുന്ന അപസ്മാരം അത് മാതാപിതാക്കൾക്ക് വലിയ ടെൻഷനാണ് ഉണ്ടാക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നല്ല ശക്തമായ പനി ഉണ്ടാകുമ്പോൾ പല കുട്ടികളിലും ആ രീതിയിൽ അപസ്മാരം ഉണ്ടാകാറുണ്ട്. അത് രോഗമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഒക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് അവരുടെ രക്ഷിതാക്കളെല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കാം. ഇന്ന് ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു തരുന്നത് കുട്ടികളിൽ പനിക്കൊപ്പം ഉണ്ടാകുന്ന അപസ്മാരത്തെക്കുറിച്ചാണ്. കാണാം ഡോക്ടർ ഇൻ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫെബ്രൈൽ സീഷർ അഥവാ പനിയുടെ കൂടെ വരുന്ന അപസ്മാരം. കുറെ അച്ഛനമ്മമാർ ചോദിക്കാറുണ്ട്, ഈ പ്രശ്നം ഭാവിയിൽ ഒരു അപസ്മാര രോഗമായിട്ട് മാറുമോ എന്നുള്ളൊരു ടെൻഷൻ പല അച്ഛനമ്മമാർക്കും കാണാറുണ്ട്. നോക്കൂ, രണ്ട് തരത്തിലുള്ള ഫെബ്രൈൽ സീഷറുകളുണ്ട്. അതായത് ഒന്നിനെ നമ്മൾ സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് വിളിക്കും. അതായത് സാധാരണ ഇത് കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 1.5 വയസ്സ് മുതൽ ഒരു 6-7 വയസ്സ് വരെയാണ്. അപ്പോൾ പനി വന്ന് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിലാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ദേഹം മുഴുവൻ, അതായത് 2 കൈയും 2 കാലും ഫുൾ ബോഡി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഫിറ്റ്സ് വരുന്നത്. അത് മാത്രമല്ല കുറച്ച് സെക്കൻഡുകൾ, അതായത് ഒരു 10-15 മിനിറ്റിൽ താഴെയാണ് അതിന്റെ ഡ്യൂറേഷൻ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അതിനെ സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് സാധാരണ നമ്മൾ പേടിക്കേണ്ട ഒന്നല്ല. ഇത് ഒരു 6-7 വയസ്സ് കഴിഞ്ഞ് പിന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭാവിയിൽ ഇത് ഒരു അപസ്മാര രോഗമായി മാറാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാൽ വേറൊരു ടൈപ്പ് പനിയുടെ കൂടെ വരുന്ന അപസ്മാരമുണ്ട്. അതാണ് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ. അതെന്ന് പറഞ്ഞാൽ പനിയുടെ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരിക, മൾട്ടിപ്പിൾ ടൈംസ് വരിക, പല തവണ വരിക, ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം, ഇപ്പോൾ ഒരു വലത് കൈയോ അല്ലെങ്കിൽ ഇടത് കാലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായി വരിക, 10-15 മിനിറ്റിൽ കൂടുതലായിട്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്നാണ് പറയുക. ഇതിന് ഭാവിയിൽ ആക്ച്വലി കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. ഇതൊരു അപസ്മാര രോഗമായി മാറാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ബന്ധുക്കളിൽ ആളുകൾക്കൊക്കെ വളരെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഒരു സീഷർ ഡിസോർഡറിന്റെ അപസ്മാര രോഗത്തിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ഫെബ്രൈൽ സീഷർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ കൂടുതൽ ഒരു സീഷർ ഡിസോർഡർ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. യെസ്, അപ്പോൾ അതാണ് ഡോക്ടർ ഇന്നിൽ നിന്ന് ഡോക്ടർ സൗമ്യ സരൻ നമുക്ക് പറഞ്ഞത്.